അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ കർണാടക ബി.ജെ.പിയിൽ മഞ്ഞുരുകുകയാണ്. ഇടഞ്ഞു നിന്ന മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറും അയഞ്ഞിരിക്കുന്നു. ബലഗാവി സീറ്റിൽ നിന്നും ജഗദീഷ് ഷെട്ടാർ മത്സരിക്കും. മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ കെ.എസ്. ഈശ്വരപ്പയെ അനുനയിപ്പിക്കാൻ ഇനിയും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയ ജഗദീഷ് ഷെട്ടാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് തിരികെ ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. ഹുബ്ബള്ളി, ധാർവാഡ്, ഹാവേരി മണ്ഡലങ്ങളായിരുന്നു ഷെട്ടാറിന്റെ ആവശ്യം. എന്നാൽ ഇത് രണ്ടും ബി.ജെ.പി അനുവദിച്ചില്ല. ഇതോടെ ഷെട്ടാർ വീണ്ടും ഇടഞ്ഞു. ബലഗാവി നൽകാമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാതിരുന്ന ഷെട്ടാർ പിന്നീട് വഴങ്ങി. ലിംഗായത്ത് വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന ജഗദീഷ് ഷെട്ടാർ ശീതസമരം അവസാനിപ്പിച്ചത് ബി.ജെ.പിക്ക് ഗുണകരമാണ്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി.ജെ.പി നേതാവുമായ സദാനന്ദ ഗൌഡ ബി.ജെ.പി വിട്ടിട്ടില്ല. പാർട്ടിയിൽ നിന്ന് തന്നെ കുടുംബാധിപത്യത്തിനെതിരെ പോരാടുമെന്നാണ് പ്രഖ്യാപനം. മകൻ കാന്തേഷിന് ഹാവേരി സീറ്റ് നിഷേധിച്ചതോടെ ഇടഞ്ഞ കെ.എസ്. ഈശ്വരപ്പയെ അനുനയിപ്പിക്കാൻ നേതൃത്വത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഈശ്വരപ്പ. ബി.എസ്. യെദ്യൂരപ്പയുടെ മകൻ ബി.വൈ. രാഘവേന്ദ്ര ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ. 24 ബംഗളൂരു.